ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, മാസങ്ങളോളം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ പിക്കിളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കഷ്ണങ്ങൾ വേണം കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത് ഈ ഒരു അളവിൽ വേണം കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. തീരെ വലിയ പീസാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ, മാക്സിമം വെള്ളമില്ലാതെ വേണം നമ്മുടെ ചിക്കനിലേക്ക് മസാല ചേർക്കാനായിട്ട്. ഒരു അരിപ്പയിലേക്ക് ഒരു 15 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് വെള്ളവും നമുക്കൊന്ന് വാർന്ന് കിട്ടും. അങ്ങനെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്ന് മാറ്റിയിട്ടുള്ള ചിക്കനാണ്. ഇനി നമ്മുടെ ഈ ചിക്കനിലേക്ക് ആദ്യം ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് കുറവാണ്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം ചേർക്കാവുന്നതാണ്. ഉപ്പ് പിന്നീട് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ചിക്കനും ആവശ്യമായിട്ടുള്ള ഉപ്പ് മതിയാവും. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് മസാല എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഏകദേശം മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചൊന്ന് ചൂടാക്കാം. കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നല്ലെണ്ണ ചേർക്കാവുന്നതാണ്. എള്ളെണ്ണ. ഈ എള്ളെണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ തയ്യാറാക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാകാതെയും സൂക്ഷിക്കാൻ പറ്റും. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. എല്ലാ ചിക്കനും നമുക്ക് ഇതിലേക്ക് തന്നെ ചേർക്കാവുന്നതാണ്. കുറച്ചായിട്ട് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം വെച്ചാൽ ഇതൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ചിക്കൻ എല്ലാം ചെറുതാകും. അപ്പോഴത്തേക്കും ഈ ഒരു എണ്ണ കറക്റ്റ് പാകത്തിനുണ്ടാവും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് ഹൈയിലാക്കേണ്ട, അതുപോലെ തന്നെ തീരെ കുറച്ചും വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു ബ്രൗൺ കളറാകട്ടെ, അതുവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനെല്ലാം നല്ല രീതിക്കൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഡാർക്ക് ബ്രൗൺ കളർ ആക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനെല്ലാം നല്ല ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ ആ ഒരു മസാലയൊന്നും നമ്മുടെ ചിക്കനിൽ പിടിച്ച് കിട്ടില്ല. ഇപ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാക്കി വന്ന എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇത്രയും എണ്ണയുടെ ആവശ്യം നമുക്കില്ല. കൂടുതൽ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നിറയെ തന്നെ കടുക് ചേർക്കാം. കടുക് ആദ്യം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഇനി വേണ്ടതാണ് 4 ടേബിൾ സ്പൂൺ നിറയെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. ആ മുളക് പൊടി ചേർക്കാം. മസാല ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അതല്ല അടികട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിട്ട് മസാല ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഉലുവാപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ തന്നെ ഉലുവാപ്പൊടി ചേർക്കാവുന്നതാണ്. കൂടുതൽ ഉലുവാപ്പൊടി നമ്മുടെ ചിക്കൻ അച്ചാറിന് ആവശ്യമായിട്ടില്ല കേട്ടോ. എങ്കിൽ പിന്നെ കയ്പ്പ് ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇനി മഞ്ഞൾപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. ഇത്രയും ചേർത്തിട്ട് നമ്മുടെ മസാല കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് എക്സ്ട്രാ എണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി എണ്ണ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ മസാലകളുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് വിനാഗിരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. വിനാഗിരി നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു പുളി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. ഞാൻ നമ്മുടെ അച്ചാറിലേക്ക് എടുത്തിട്ടുള്ളത് നാച്ചുറൽ വിനീഗറാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് തികയില്ല. ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ നാരങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കാറുണ്ട്. അത്രയും ഉപ്പ് നമുക്ക് ചിക്കൻ അച്ചാറിന് ആവശ്യമായിട്ടില്ല.
ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതാ ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. ചിക്കനും ചേർത്ത് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് പിന്നെ ചേർക്കേണ്ടതാണ് 1/2 ടീസ്പൂൺ നിറയെ തന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റിൽ കായപ്പൊടി ചേർക്കുമ്പോൾ ആ കായപ്പൊടിയുടെ കംപ്ലീറ്റ് ഫ്ലേവറും അച്ചാറിലുണ്ടാവും കേട്ടോ. ഇനി ചെറിയൊരു പീസ് അളവിൽ ശർക്കര ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ ശർക്കര ചേർക്കുന്ന സമയത്ത് പുളിവും എരിവും മസാല എല്ലാം നന്നായിട്ട് ബാലൻസ് ചെയ്ത് കിട്ടും. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമുക്ക് ഈ അച്ചാർ കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ചിക്കൻ്റെ ടേസ്റ്റും ആയിരിക്കും. ഏകദേശം ഒരു 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ ചിക്കൻ്റെ ഫ്ലേവറും മസാലയുടെ ഫ്ലേവറും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് യോജിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ചിക്കൻ അച്ചാർ കിട്ടുന്നത്. നമുക്കിത് പുറത്ത് സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഒരു ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതല്ല ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 4-5 മാസം വരെ ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അത്രയും ദിവസമൊന്നും ഇത് പോകില്ല, അതിന് മുന്നേ തന്നെ തീർന്നു കിട്ടും. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ചിക്കൻ അച്ചാർ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.